തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു. ഇനിയിപ്പം വരുമായിരിക്കും ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നിലമ്പൂരിൽ പൊള്ളുന്ന രാഷ്ട്രീയ സത്യങ്ങൾ ചർച്ചയാക്കുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചൂടിൽ തിളയ്ക്കുമ്പോൾ KC വേണുഗോപാൽ നടത്തിയ വിവാദ പരാമർശം വലിയ തീയായി മാറുകയാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാർ എന്നാണ് KC വേണുഗോപാൽ വിളിച്ചത്. ആ വാക്കുകൾ അത് KC വേണുഗോപാലിൻ്റെ ഒരു ഒറ്റയാൾ വീഴ്ചയായി കാണാൻ പറ്റുമോ? അതല്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മുഖമാണോ വെളിപ്പെടുത്തുന്നത്? അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ അപമാനിക്കുന്നത്, അതിൽ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന്, കണക്കനുസരിച്ച് അത് 62 ലക്ഷത്തോളം പേരാണ്, അത്രയും ആളുകളെ, പാവപ്പെട്ട ജനങ്ങളെ തന്നെ അപമാനിക്കൽ അല്ലേ? കോൺഗ്രസിൻ്റെ ഈ മനോഭാവം ക്ഷേമ പദ്ധതികളുടെ രാഷ്ട്രീയ ഉടമകളായ LDFിനോട് ജനങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാകാൻ ഇടയാക്കുമോ? കോൺഗ്രസും ലീഗും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിലമ്പൂരിലെ അകൽച്ച, ആ പോരാട്ടത്തിന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എങ്ങനെ കൂടുതൽ സ്വാധീനമുണ്ടാക്കും? നിലമ്പൂർ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകൾ ഈ വിവാദത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുക? KC വേണുഗോപാൽ എന്താണ് ശരിക്കും പറഞ്ഞത്? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് കോൺഗ്രസിലെ ഭിന്നതകളുടെ ഫലമായി കാണാനാകുമോ? ക്ഷേമ പെൻഷൻ നൽകുന്ന സർക്കാരിന് ജനമനസ്സിൽ അപ്പോൾ വിജയ കിരീടമാണോ ഉണ്ടാകാൻ പോകുന്നത്? സ്നേഹത്തിൻ്റെ കടയിൽ ക്ഷേമ പെൻഷൻകാർ കൈക്കൂലിക്കാരാകുന്നത് എന്തുകൊണ്ടാണ്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: ഡോക്ടർ V ശിവദാസൻ MP CPIM, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാറിലേക്കാണ് ഞാൻ പോകുന്നത്. N ശ്രീകുമാർ, ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം, ഈ 62 ലക്ഷത്തോളം പേർ, അത് നിലമ്പൂരിലെ വോട്ടർമാർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ കൈക്കൂലിക്കാരാകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന്? N ശ്രീകുമാർ, താങ്കളോടാണ്. നോക്കൂ ഡോക്ടർ ലാൽ, കൈക്കൂലിക്കാരാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു എന്ന് നിങ്ങളിന്നൊരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി കേട്ടതുകൊണ്ടായിരിക്കാം CPMൻ്റെ മുഖപത്രത്തിൽ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ആക്ഷേപമില്ല. അപ്പോൾ KC വേണുഗോപാൽ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും CPMൻ്റെ മുഖപത്രത്തിൽ ആ പ്രസംഗത്തിലെ വരികൾ കാണണമായിരുന്നു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ലെന്ന് മാത്രമല്ല, അതൊരു പേജിലും ഞാൻ കണ്ടില്ല. പിന്നെ ഇന്ന് ആലോചിച്ചപ്പോഴായിരിക്കും വിഷയം എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം കേൾപ്പിച്ചതാണ്. കേൾക്കാൻ വേണ്ടി ഞാനത് ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം. ഒരു 10-15 സെക്കൻഡേ ഉള്ളൂ. അങ്ങേക്ക് അത് എളുപ്പമായിരിക്കും കാര്യങ്ങൾ തുടർന്ന് പറയാൻ. ആ 15 സെക്കൻഡ് ഞാൻ ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം. ദയവായി അത് പ്രേക്ഷകർ കൂടി ഒന്നുകൂടി കേൾക്കട്ടെ. അത് ഒന്നുകൂടി കേൾക്കേണ്ടത് ആവശ്യമാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു. ഇനിയിപ്പം വരുമായിരിക്കും ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. യെസ്, വ്യക്തമായി കേട്ടല്ലോ താങ്കൾ.
ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലിയായിട്ടാണ് പിണറായി സർക്കാർ ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നോക്കൂ ലാൽ, ഞാൻ പറഞ്ഞതും താങ്കൾ കേട്ടതും രണ്ടും രണ്ടാ. ഞാൻ പറഞ്ഞത് പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ 2 ഗഡു പെൻഷൻ ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു കാര്യമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസംഗത്തിൽ ശരിയാണ്. പക്ഷേ അത് ആ രീതിയിൽ എടുക്കാതെ നിങ്ങളത് വ്യാഖ്യാനിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, CPM-ന്റെ പത്രത്തിൽ ഇപ്പോൾ ഇന്ന് ആക്ഷേപമില്ല. വേണു ഉദ്ദേശിച്ചത് കൈക്കൂലിയാണ് എന്നുള്ള രീതിയിലുള്ള പത്രത്തിൽ എന്ത് വരുന്നു എന്നുള്ളതല്ലോ നമ്മുടെ ചർച്ച. പക്ഷെ ഇന്ന് ആ ചർച്ചയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കളോട് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്ന താങ്കളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചല്ല. അത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. കൈക്കൂലിയായിട്ടാണ് പിണറായി സർക്കാർ ഇത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് കൈക്കൂലി, വാങ്ങുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്നവർ. ഈ നമ്മൾ ചില അഴിമതിക്കാരെ കുറിച്ച് പറയുമല്ലോ, അങ്ങനെ കൈക്കൂലി വാങ്ങി എന്തൊക്കെയോ നടത്തി കൊടുക്കുന്നവർ എന്ന്. നിലമ്പൂരിലെ വോട്ടർമാർ അങ്ങനെ ഇത് വാങ്ങി കൈക്കൂലിയായി കണ്ട് വോട്ട് ചെയ്ത് കൊടുക്കുന്നവരാണ് എന്നാണോ താങ്കൾ കെ സി വേണുഗോപാൽ പറഞ്ഞതിനെ മനസ്സിലാക്കേണ്ടത്? കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്താണെന്നല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയാം, നിലമ്പൂരിലെ വോട്ടർമാർക്കും അറിയാം. കാരണം പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് കൊടുക്കുന്നതിനെയാണ് വേണുഗോപാൽ വിമർശിച്ചത്. അത് നാളെയും വിമർശിക്കും, തർക്കമൊന്നും വേണ്ട. പക്ഷേ വിഷയദാരിദ്ര്യം വരുമ്പോൾ അതേ കയറി പൊക്കിപ്പിടിച്ച് മുന്നോട്ട് പോയാലൊന്നും നിലമ്പൂരിൽ വോട്ട് കിട്ടില്ല എൻ്റെ ലാലെ. നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ അവിടെ റോഡ് തകർന്നു കിടക്കുന്നതും അവിടുത്തെ വന്യജീവി പ്രശ്നങ്ങളൊക്കെയാണ് ചർച്ച. അല്ലാതെ കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗമല്ല അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPM പത്രത്തിന് ഇന്നലെ തോന്നാതിരുന്ന ബുദ്ധി ഇന്ന് CPM നേതാക്കൾക്ക് തോന്നിയെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗം എന്തുകൊണ്ടാണ് CPM പത്രം കൊടുക്കാതിരുന്നത്? അവർക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് അജണ്ട ഇല്ലാതെ വിഷയദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ കെ സി വേണുഗോപാലിന്റെ പ്രസംഗത്തെ കയറി പിടിക്കുക. അതായത് ഇപ്പോൾ 2 ഗഡു ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപോയി. ഈ 2015 കാലഘട്ടത്തിൽ കുറേ മാസങ്ങൾ കൊടുക്കാതിരുന്നതൊക്കെ ശരി. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. 2015 എത്ര മാസത്തെ കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞേ? എത്ര മാസത്തെയാണ് കൊടുത്തു തീർത്തത് എത്രയാണെന്നുള്ളത് ഞാൻ താങ്കളോട് വീണ്ടും പറയണോ? പറ. വേണ്ട, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് 18 മാസം എന്ന്. ഇവിടുത്തെ ആ ശിവദാസൻ ഇരിപ്പുണ്ട്. ശിവദാസൻ CPM-ന്റെ MP ആണല്ലോ. ശ്രീ ശിവദാസന് അറിയാം 18 മാസത്തെ കുടിശ്ശിക ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. 1.5 വർഷമാണ്. 1.5 വർഷത്തെയാണ് 18 മാസം ആകുമ്പോൾ 1.5 വർഷത്തെ കുടിശ്ശിക. അത് നിയമസഭയിൽ PC വിഷ്ണുനാഥ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് അന്ന് മറ്റേ CPM-ന്റെ MLA-മാർക്ക് കൊടുത്ത ഉത്തരം അദ്ദേഹം വായിച്ചു. മാത്രമല്ല ഇത്തവണ അസംബ്ലിയിലുള്ള അംബിയ എന്ന MLA-ക്ക് കൊടുത്ത ഉത്തരവും അദ്ദേഹം വായിച്ചു. അതിൽ പറഞ്ഞ 4 മാസമാണ്. അപ്പോൾ തോമസ് ഐസക്കിൻ്റെ മുമ്പിൽ 4 മാസവും നിങ്ങൾക്ക് മുമ്പിൽ 18 മാസവുമാണ്. ഇതെങ്ങനെയാണ് ഒത്തുപോരുക? അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് തെറ്റാണ്. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊണ്ട് എന്നിട്ട് എത്ര പറഞ്ഞത്? ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാൽ എന്താ പറഞ്ഞത്? 1000 കോടി കൊടുത്തു. ഏത് 18 മാസത്തെ കുടിശ്ശിക 1000 കോടിയാണോ ലാലെ? 1000 കോടിയാണ്. 78 മാസത്തെ ഗഡുക്കളല്ലേ ഒരാൾക്ക് കൊടുക്കുക? 1000 കോടിയാ. എന്നിട്ട് ചുമ്മാ അതും ഇതും വിളിച്ചു പറയാ. PC വിഷ്ണുനാഥിന്റെ അക്കാര്യത്തിൽ ഡോക്ടർ ശിവദാസൻ കൂടുതൽ വിശദീകരണം നൽകട്ടെ. എന്തായാലും അന്ന് കൊടുത്ത 500 രൂപ ഇന്നിപ്പോൾ 1600 രൂപ ആയി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതുൾപ്പെടെ ഈ മുടക്കം വന്ന ഗഡുക്കൾ അന്ന് കൊടുത്തു തീർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ. അവിടെ പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട്. ഏത് തെറ്റിദ്ധാരണ കൊണ്ടോ ആകട്ടെ, ഈ കൈക്കൂലി കൊടുത്തതാണ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലമാണെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ അപ്പുറം നിഷ്കളങ്കമായ പദങ്ങൾ ഉപയോഗിച്ച ആളുകളൊക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കത് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്, അതിന് മറുപടി പറയേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്നത് പോലെയാണെന്ന് ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും അതൊരു തെറ്റാണ്, ആ ജനങ്ങളെ അപമാനിക്കലാണ്. അത് മാപ്പ് പറയണ്ടേ എൻ ശ്രീകുമാർ?
എന്തിനാ മാപ്പ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് കൈക്കൂലി കൊടുത്തു എന്നല്ല, അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന് ഈ ഗഡുക്കളെ 2 മാസത്തെ ഒരുമിച്ച് കൊടുക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന തെറ്റാ, അതറിയില്ലേ? അപ്പൊ പെൻഷൻ എന്താ കൊടുക്കാൻ വൈകിയ എന്താ? കൈക്കൂലി കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് കൊടുത്തതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞതാണ്. ഞാൻ വീണ്ടും കേൾപ്പിക്കാം. ഇതിങ്ങനെ ന്യായീകരിച്ചത് കൊണ്ട് എന്താണ് ഫലം? ജനങ്ങളോടൊരു മാപ്പ് പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയണ്ടേ? അവർക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണ്ടേ? എൻ്റെ ഡോക്ടർ ലാലെ, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങളെ തിരുത്താൻ വയ്യ. എൻ്റെ മുമ്പിൽ ഇന്നത്തെ CPM-ന്റെ മുഖപത്രമുണ്ട്, ശ്രീ ശിവദാസന്റെ മുഖപത്രം ദേശാഭിമാനി. അതിലെന്തായാലും ഇതൊരു വലിയ വാർത്തയായിട്ട്, വലിയ വാർത്തയല്ല, ഞാൻ ഒരിടത്തും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവരാ വാർത്ത ഇന്നലെ കൊടുക്കുക? അജണ്ടയില്ല, നിലപാടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർ ശിവദാസൻ നോക്കൂ, ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ അർത്ഥത്തിൽ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ കെ.സി. വേണുഗോപാൽ മാപ്പ് പറയേണ്ടതുണ്ടോ? അത് ദേശാഭിമാനിയിൽ വരാത്തത് കൊണ്ട് മാപ്പ് പറയേണ്ടതില്ല എന്ന ന്യായത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ ലാലെ, പത്രത്തിൽ ഇല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അങ്ങയുടെ കയ്യിൽ ദേശാഭിമാനി ഉണ്ടെന്നും ആ ദേശാഭിമാനി പത്രം അങ്ങ് വായിച്ചപ്പോൾ വാർത്ത കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവനയെക്കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുമാണ് അങ്ങ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീകുമാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ലാൽ അങ്ങോട്ട് കേൾക്കുന്നില്ലേ? ലാൽ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രീകുമാറിനും കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുകയാണ്. അങ്ങ് പറഞ്ഞതിലൂടെ ഞാൻ കേട്ടത്, ഒന്നാമത് ദേശാഭിമാനി പത്രം ഈ വാർത്ത കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള തൊഴിലാളികളുടെ ക്ഷേമ പെൻഷനെക്കുറിച്ച് ഏറ്റവും മോശപ്പെട്ട നിലയിൽ നടത്തിയ പ്രസ്താവനയെ ദേശാഭിമാനി പത്രം പോലും പരാമർശിച്ചിട്ടില്ല എന്നാണ്. ദേശാഭിമാനി പത്രത്തിൻ്റെ മലപ്പുറം എഡിഷനിൽ 4-ാമത്തെ പേജിൽ നല്ല പ്രാധാന്യത്തോടുകൂടി കെ.സി. വേണുഗോപാൽ നടത്തിയ ഈ തെറ്റായ പരാമർശത്തെക്കുറിച്ച് അവർ വിശദമായ നിലയിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങേക്ക് വേണ്ടി ഞാൻ ആ വാർത്ത വായിക്കുന്നതിലും എനിക്ക് പ്രയാസമില്ല. ഞാൻ ആ വാർത്ത അങ്ങ് ദേശാഭിമാനിയെ ഏറ്റവും വിശ്വാസ്യതയോടുകൂടി കാണുന്ന ഒരാളെന്ന നിലയിൽ, ദേശാഭിമാനിയുടെ വാർത്തക്ക് വലിയ വില നൽകുന്ന ഒരാളാണ് ആയതുകൊണ്ടാണല്ലോ അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേപ്പോലൊരാൾ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത കേൾക്കാതാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ വാർത്ത വായിക്കുകയാണ്. ക്ഷേമ പെൻഷനെ ആക്ഷേപിച്ച് വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി പണമാണ് ക്ഷേമ പെൻഷൻ എന്ന് ആണ് അധിക്ഷേപം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണത്തെ അധിക്ഷേപിച്ച് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലി പണമാണ് ക്ഷേമ പെൻഷൻ എന്ന് വേണുഗോപാൽ ആക്ഷേപിച്ചു. വാർത്ത മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല. ഏതായാലും ദേശാഭിമാനി പത്രം പൂർണ്ണമായ നിലയിൽ തന്നെ വായിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഈ ചർച്ചയിലൂടെ അങ്ങ് കൈക്കൊള്ളുമെന്ന് ഞാൻ കരുതുകയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം ബാധകമായ ഒരു മാപ്പ് അവിടെ വരേണ്ടതാണ് താങ്കൾ പറഞ്ഞ അർത്ഥത്തിൽ. എൻ ശ്രീകുമാർ താങ്കളോടാണ്. അല്ല, മലപ്പുറം, ഞാൻ തൃശ്ശൂരല്ലേ, മലപ്പുറം ജില്ലയിൽ ആ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നത്. എന്താ തെറ്റത്തില്? എന്താ അതിൽ പ്രശ്നം? താങ്കൾ നേരത്തെ എന്താണ് പരാതി പറഞ്ഞത്? ദേശാഭിമാനിയിൽ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു മാപ്പ് പറച്ചിലിന് ആവശ്യപ്പെടുന്നത് പോലും അർത്ഥമില്ല എന്നുള്ള അർത്ഥത്തിലാണ് താങ്കൾ നേരത്തെ വിശദീകരിച്ചത്. ലാലെ മലപ്പുറം എഡീഷനിൽ ശിവദാസൻ പറഞ്ഞല്ലോ, ഞാൻ തൃശ്ശൂരല്ലേ ഇരിക്കുന്നത്. ശരിയായിരിക്കാം, ഞാൻ പറഞ്ഞ ഞാൻ മലപ്പുറം എഡീഷൻ ശരിയായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശരി, അപ്പൊ ഒരു മാപ്പ് പറയേണ്ടതുണ്ടായിരിക്കാം എന്ന് താങ്കൾക്ക് പറയേണ്ടത്. കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക നിലപാടല്ല ഇതെങ്കിൽ, കെ.സി. വേണുഗോപാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാലിനെ തള്ളിക്കൊണ്ട് ഒരു പ്രസ്താവന കോൺഗ്രസ് നടത്തേണ്ടതുണ്ട്. അതുപോലെ മാപ്പ് പറയലിന് കെ.സി. വേണുഗോപാലും തയ്യാറാകേണ്ടതുണ്ട്. ഇതല്ലേ വേണ്ടത്? എൻ്റെ ലാലെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ക്ഷേമ പെൻഷനുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരുമിച്ച് കൊടുക്കുന്ന കാര്യം വേണുഗോപാൽ ഒരു പ്രസംഗത്തിൽ എന്നോടല്ലേ ചോദിച്ചേ? പൂർത്തിയായിക്കോളൂ, എന്നിട്ട് ഞാൻ ശിവദാസനിലേക്ക് പോവാം. അതെ, വേണുഗോപാൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം
ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം 2 ഗഡു ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്ന രീതിയിൽ അർത്ഥത്തിൽ വേണുഗോപാൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്തു എന്നുള്ള സത്യമാണല്ലോ. മുഖ്യമന്ത്രി അവിടെ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടെന്നുള്ളതും ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗമാണ്. അതിൽ പിടിച്ച് ഇപ്പോൾ നിങ്ങൾ വിവാദമാക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ പ്രശ്നമില്ലാത്ത നിഷ്കളങ്കമായ കാര്യങ്ങൾ വിവാദമാക്കപ്പെട്ട ഒരു കേരളത്തിലാണ് അത് കോൺഗ്രസും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓർമ്മയിലേക്കുണ്ട്. അതാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കാരണം. എന്തായാലും ഇത് നിഷ്കളങ്കരായ വോട്ടർമാരുടെ, പാവപ്പെട്ട ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കൂ. ഡോക്ടർ ശിവദാസൻ, ആ അർത്ഥത്തിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ കെ സി വേണുഗോപാലിനെ തള്ളിപ്പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ആ ആവശ്യമുണ്ടോ? കെ സി വേണുഗോപാൽ മാപ്പ് പറയേണ്ടതുണ്ടോ? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇത് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ AICCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്ന, സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ മനുഷ്യരെയും അപമാനിക്കുകയാണ്. അത് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അവരെ അപമാനിക്കുന്നു. ആ പ്രസ്താവന വിധവകളായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു, അവരെ അപമാനിക്കുന്നു. ആ പ്രസ്താവന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, അവരെ അപമാനിക്കുന്നു. പ്രായം ചെന്ന ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അവരെ അപമാനിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരെയും അപമാനിക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ പെൻഷൻ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കാലമായാലും ഏത് കാലമായാലും വിതരണം നടത്തപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന ന്യായമായ യുക്തിയെയും അത് ചോദ്യം ചെയ്യുകയാണ്. ശമ്പളവും പെൻഷനും അത് ജനവിഭാഗത്തിൻ്റെ അവകാശമാണ്, അത് ഔദാര്യമല്ല. അവകാശമായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ തടഞ്ഞു വെക്കുക എന്നുള്ളത് UDFൻ്റെ കാലത്തെ നയമായിരുന്നു. കോൺഗ്രസിൻ്റെ സർക്കാർ നീണ്ട മാസങ്ങൾ ക്ഷേമ പെൻഷൻ നൽകാതിരുന്നതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ചർച്ചക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ശ്രീകുമാർ PC വിശ്വനാഥിൻ്റെ ഒരു ചോദ്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ട് കണ്ടു. അങ്ങയ്ക്ക് PC വിശ്വനാഥിൻ്റെ ചോദ്യവും ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ള ഉത്തരവും അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാനൽ ചർച്ചയിൽ അങ്ങ് ഒന്ന് വായിക്കുകയാണെങ്കിൽ അത് അങ്ങയുടെ തന്നെ നേരത്തെ ദേശാഭിമാനി പത്രം വായിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അവ്യക്തത പോലെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങ് വായിക്കുകയാണെങ്കിൽ അങ്ങയുടെ അവ്യക്തത എന്തായിരുന്നു തോമസ് ഐസക് നൽകിയത് മറുപടി എന്നുള്ള കാര്യത്തിലുള്ള അവ്യക്തത മാറിക്കിട്ടുന്നതിന് സഹായിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്ഷേമ പെൻഷൻ നൽകുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടിനെ ശരിവെക്കുന്ന നിലപാടിലേക്ക് അങ്ങേക്കും എത്തുന്നതിന് സഹായമാവും. LDFൻ്റെയും UDFൻ്റെയും നയങ്ങൾ വ്യത്യസ്തമാണ്. ആ നയങ്ങളുടെ വ്യത്യസ്തത എന്താണ്? ക്ഷേമ പെൻഷനുകൾ നൽകണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ വലതുപക്ഷത്തിൻ്റെ UDFൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ക്ഷേമ പെൻഷനുകൾ കൃത്യമായ നിലയിൽ നൽകേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് നീണ്ടകാലം അവർ ക്ഷേമ പെൻഷൻ നൽകാതിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ രൂപപ്പെടുത്തിയത്. ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ടെങ്കിൽ അത് പ്രത്യുൽപാദനപരമല്ലെന്നും അത് നാടിൻ്റെ പുരോഗതിക്ക് ഉപയോഗപ്പെടില്ലെന്നുമാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ള നിലപാട്. പല ഘട്ടങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പ്രഖ്യാപനങ്ങളോട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു ഘട്ടത്തിലെടുത്തിട്ടുള്ള സമീപനം ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 60 ലക്ഷത്തിലധികം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകത്തിൽ കേരളത്തിൻ്റെ ഇരട്ടിയിലധികം ജനസംഖ്യയുണ്ട്. എന്നാൽ ആ ജനസംഖ്യയുള്ള കർണാടകത്തിൽ കേരളത്തിൻ്റെ പകുതി പോലും പെൻഷൻ വാങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ്? കേരളത്തെക്കാളേറെ വരുമാനമുള്ള സ്ഥാപനങ്ങൾ അവിടെയുണ്ട്, കേരളത്തെക്കാൾ നികുതി സോഴ്സുകൾ അവിടെയുണ്ട്, കേരളത്തെക്കാൾ ബജറ്റ് വിഹിതം അവർക്കുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പെൻഷൻ നൽകുന്നതിന് അവർക്ക് കഴിയുന്നില്ല. ഇവിടെ 1600 രൂപ വിധവകളായിട്ടുള്ള, വികലാംഗരായി, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതുപോലെ വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ പെൻഷൻ തുകയായി നൽകുന്നതിന് കേരളത്തിലെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് 600 രൂപയും 800 രൂപയും മാത്രമായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള, BJP ഭരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ക്ഷേമ പെൻഷൻ അവകാശമാണ്. ആ അവകാശം വാങ്ങുന്നതിന് ആ വിഭാഗത്തിന് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നതും അതില്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതും ജനങ്ങൾ അംഗീകരിക്കില്ല.
അത് നിലമ്പൂരിലെന്നല്ല, കേരളത്തിലെ ജനങ്ങൾ അത് അത്തരം പ്രസ്താവനകൾ അവജ്ഞയോടെ തള്ളിക്കളയും. ഇതേതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രസ്താവന മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ആ നേതാവ് മാപ്പ് പറയുക എന്നുള്ളതിനൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും UDF നേതൃത്വവും ജനങ്ങളോട് മാപ്പ് പറയണം. അവർ ഈ പ്രസ്താവനയെ തള്ളി പറയണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ, അഖിലേന്ത്യാ തലത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ ഈ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശരി, ഇന്ന് ഡോക്ടർ ശിവദാസൻ ആ കാര്യം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പ്രസംഗത്തിൽ ഞാൻ അത് കേൾക്കുകയും ചെയ്തു. ഡോക്ടർ പ്രേംകുമാർ നോക്കൂ, നമുക്ക് 2-3 ദിവസമായി നിലമ്പൂരിലെ ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ ഒരല്പം ആശങ്കയിലാണ് കോൺഗ്രസ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഒന്ന്, പകൽ തലവേദനയാകുന്ന അൻവറിനെ രാത്രിയിൽ ഒളിച്ചു കാണാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നിറഞ്ഞ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അത് UDF തള്ളിപ്പറയേണ്ടി വന്നു? എന്തുകൊണ്ട് രാഹുൽ അങ്ങനെ പോകേണ്ടി വന്നു? ഇതൊക്കെ സ്വരാജ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഇഫക്റ്റായിട്ടാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ നിരീക്ഷിച്ച് കാണുന്നത്. ഇപ്പോൾ നോക്കൂ, KC വേണുഗോപാൽ പൊതുവേ ഇത്തരത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് നോക്കൂ, ഒരു കൈവിട്ടതുപോലെ ക്ഷേമ പെൻഷനും ശമ്പളവും ഒക്കെ നേരത്തെ ശിവദാസൻ പറഞ്ഞതുപോലെ ഒരു അവകാശമാണ്, ഒരു കൃത്യമായി കൊടുത്തു പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യത്തെ അത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു വല്ലാത്ത മനസ്ഥിതി ഉണ്ടാകുന്നത് പോലെ, കൈക്കൂലി വാങ്ങിക്കുന്നത് പോലെ തോന്നുന്നത് പോലെ ഒരു അവസ്ഥ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇത് സ്വാഭാവികമായിട്ട് കാണണോ? എന്താണ് കോൺഗ്രസ്സുകാരുടെ ഇത്തരം പ്രതികരണങ്ങൾ താങ്കൾ കാണുന്നത്? BJPയുടെ ഏജന്റായിട്ട് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ തകർക്കാൻ നടക്കുന്ന ആളാണ് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ PV അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞാന്ന് രാത്രി വരെ പോയ പാർട്ടിയുടെ നേതാവാണ് KC വേണുഗോപാൽ. പക്ഷെ എന്നാലും നമുക്കറിയാം, AICCയുടെ സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറിയാണ്, വളരെ സീനിയറായ കോൺഗ്രസ് നേതാവാണ്, ആലോചിച്ച് തന്നെ കാര്യങ്ങൾ പറയുന്ന ആളാണ്. അങ്ങനെയുള്ള ആള് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, ഇത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഒരെണ്ണമല്ല. ഡോക്ടർ ലാൽ ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു ഒറ്റ പ്രസ്താവനയാണ്. അത് കേരളത്തിൽ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തിലധികം ആളുകളെ, അതിൽ അംഗപരിമിതരും എല്ലാവരും പെടുന്നുണ്ട്, വിധവകളും എല്ലാം പെടുന്നുണ്ട്. അവരെ മുഴുവൻ അപമാനിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ ആ പറയുന്ന മുന്നണിക്കെതിരെയാണ് ആളുകൾ ചിന്തിക്കുക എന്ന് കൃത്യമായിട്ട് ആലോചിക്കാൻ ബോധമുള്ള ആളാണ് KC വേണുഗോപാൽ. അത് മാത്രമല്ലല്ലോ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ LDF ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പാരയാവുന്ന ഏറ്റവും വലിയ പ്രസ്താവന അദ്ദേഹം മുന്നേ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ പറ്റി പറഞ്ഞതായിരുന്നു. അവിടേക്ക് എന്തുകൊണ്ട് പോലീസ് റെയ്ഡിന് പോകുന്നില്ല ഊതിക്കൊടുക്കുന്നവർക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഒരു കാരണവശാലും പരാമർശിക്കപ്പെടാൻ പാടില്ലാത്ത, UDF ക്യാമ്പിൽ നിന്ന് മെൻഷൻ ചെയ്യപ്പെടാൻ പാടില്ലാത്ത സംഗതിയാണ് പാണക്കാട് തങ്ങളെ വിമർശിക്കുക എന്നുള്ളത്. നോക്കൂ, KC വേണുഗോപാലാണ് ഔദ്യോഗികമായിട്ട് ആ വിഷയം എടുത്ത് പുറത്തിട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന പലരും ഷൗക്കത്തിന്റെ പഴയ പ്രസംഗം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതേവരെ ഉത്തരവാദപ്പെട്ട ഒരു CPM നേതാവും ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ളത് ഒരു വിഷയമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് പാണക്കാട് തങ്ങളെ വിമർശിച്ചു എന്നുള്ള റെഫറൻസ് ആദ്യം കൊണ്ടുവരുന്നത് KC വേണുഗോപാലാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യം അറിയാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റാണ് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്, വന്യജീവി സംരക്ഷണ നിയമം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു തവണ പോലും അവിടെ വന്നു നോക്കിയിട്ടില്ല എന്നുള്ള ആരോപണത്തിന് വിധേയമായി നിൽക്കുന്ന ആളാണ് അവരുടെ തന്നെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി. ഈ കോണ്ടെക്സ്റ്റിൽ ഇതേ വിഷയവും KC വേണുഗോപാൽ എടുത്തുകൊണ്ടിരുന്നു. മൂന്നാമത്തെ നോക്കൂ നിങ്ങളെ, മൂന്നാമത്തെ വിഷയമാണ് പെൻഷൻ എന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടിയ നിരക്കിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്നുള്ളത് LDF വളരെ കൃത്യമായിട്ട് ഇലക്ഷനിൽ പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ബേസ്ലെസ് ആയിട്ട് ആർഗ്യുമെന്റ് കൊണ്ടുവരികയാണ് KC വേണുഗോപാൽ. ഇങ്ങനെ പറയുന്നതിന് 2 കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ എലക്ഷൻ നേരിടുന്ന സമയത്ത് പരാജയം അല്ലെങ്കിൽ വിജയം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത്. ശ്രീകുമാരോ അത് തന്നെയാ പറയുന്നത്. KC വേണുഗോപാൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നല്ല, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല, ജയിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ആലോചന. അങ്ങനെ ആലോചിച്ചിട്ട് എത്തുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ ജയിച്ചില്ലെങ്കിൽ എന്നുള്ള ഭീതിതമായ ഒരു അവസ്ഥയുണ്ട്. അത് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഞാൻ കുറെ ദിവസമായിട്ട് പലരും ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ എന്നുള്ളത് VD സതീശൻ ഒരു പക്ഷത്തും VD സതീശനെ മാറ്റണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസിലെ മറ്റ് കുറെ ആളുകൾ ഒരു പക്ഷത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറുക എന്നുള്ളതാണ്. ഈ തർക്കത്തിൽ KC വേണുഗോപാലിന്റെ പൊസിഷൻ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
KC വേണുഗോപാൽ ഒപ്പിട്ട് ഇറക്കിയ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്നും അയാൾ CPM-ന്റെ ഏജന്റ് ആണെന്നും പറഞ്ഞ PV അൻവറിനെ, VD സതീശന് ഗൂഢലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ PV അൻവറിനെ, പിണറായിയുടെ പിണറായിയാണ് VD സതീശന്റെ പിന്നിൽ എന്ന് പറഞ്ഞ PV അൻവറിനെ കാണാനും പിന്നെയും ചർച്ച ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും തയ്യാറായ ആളാണ് KC വേണുഗോപാൽ. അപ്പൊ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ VD സതീശനെ പരാജയപ്പെടുത്തി തന്റെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ള KC വേണുഗോപാലിന്റെ ഒരു അജണ്ടയും കൂടെ UDF-നും കോൺഗ്രസിനും ബാക്ക് ഫയർ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പിന്നെയും പറയുന്നതിലൂടെ അയാളിൽ നിന്ന് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നം മാത്രമല്ല. കാരണം എന്ത് പറഞ്ഞാൽ എവിടെ കൊള്ളും, എങ്ങനെ കൊള്ളുമെന്ന് കോൺഗ്രസ്സുകാരെ പോലെ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞയക്കുകയും അയാളെ പരാജയപ്പെടുത്തുകയും ചെയ്തത്? അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി ഷാഫി ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞത് അന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനോട് 1 മണിക്കൂർ സംസാരിച്ച PV അൻവറാണ്. ഒടുവിൽ ആ വീഡിയോ എടുത്ത് ലീക്ക് ചെയ്ത PV അൻവറാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിലുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഇടതുപക്ഷ മുന്നണി സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പരിപാടികളെ പറ്റി എല്ലായ്പ്പോഴും ഇലക്ഷൻ അടുത്ത് കോൺഗ്രസ് ഇങ്ങനെ തന്നെയാ പറയാറ്. 2021 ഇലക്ഷന് തൊട്ട് മുമ്പ് അരി വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ ആളുകളും കടുത്ത വിമർശനത്തിന് വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ. അരി വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനാണ് സൗജന്യ അരി വിതരണം തുടരണം എന്ന് പറഞ്ഞത്. ഇത് ഇവരുടെ, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് നിർത്തലാക്കും എന്ന് പറഞ്ഞ ആളുകളാണ്. തീരദേശ ഹൈവേ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള പറയുന്ന ആളുകളാണ്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിലമ്പൂർ ഇലക്ഷന്റെ ഘട്ടത്തിൽ ഈ പെൻഷൻ്റെത് മാത്രമല്ല, UDF-ന് ബാക്ക് ഫയർ ചെയ്യാവുന്ന സാധനങ്ങൾ കണ്ടെത്തി പറയുന്നതിൽ PV അൻവറിനോളം മത്സരിക്കുകയാണ് KC വേണുഗോപാൽ. അതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു വൃത്തികെട്ട കോൺഗ്രസ് പോളിറ്റിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഞാൻ വരാം. ശ്രീകുമാർ, അത് ആദ്യമായിട്ട് ഒരാൾ പറയുന്നതല്ല. ഈ കഴിഞ്ഞ 2-3 ദിവസമായി ഈ ചർച്ച ഇങ്ങനെ എയറിലുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ബാധിക്കുന്നത് VD സതീശനെയാണ്. VD സതീശൻ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തില്ല. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കി മറ്റു സ്വപ്നങ്ങൾ കാണുന്ന സതീശനുള്ള മറുപടി കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വരുന്നു എന്നാണ്. അപ്പോൾ KC വേണുഗോപാൽ താങ്കൾ പറഞ്ഞ അർത്ഥത്തിലൊരു നിഷ്കളങ്കമായ ഒരു വിമർശനം പിണറായി സർക്കാർ നടത്തിയതായി കാണേണ്ടതില്ല എന്നാണ്. അതിനുള്ള മറുപടിയാണ് വേണ്ടത്, രാഷ്ട്രീയ മറുപടി. നോക്കൂ ഡോക്ടർ ലാലേ, രാഷ്ട്രീയമായിട്ടെന്നുള്ള നല്ല മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിൽ പോയപ്പോൾ നിലമ്പൂരിൽ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള CPM-ന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചൊരു പത്രപ്രവർത്തകനാണ്. കാരണം രാഷ്ട്രീയമായിട്ട് അവരെ നേരിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ UDF-ന് ഒരു നിലപാടുണ്ടെന്നും ആ നിലപാട് VD സതീശൻ്റെ സമൂഹത്തിൽ മികവാർന്നൊരു തിളക്കം ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്. ആ UDF-ന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് വിരുദ്ധ സമീപനം ജനങ്ങൾക്കിടയിലുള്ളതിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് അവർ പറയുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളുടെ CPM പറയുന്നത് എന്താണ്? അവർ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശരി, മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. ഏതാണ് മാറ്റം എന്നൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് എല്ലാ മേഖലയിലും മാറ്റമാണ്, നല്ല മാറ്റമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിര ശൈലിയാണ് നല്ല മാറ്റം സംഭവിച്ചു. എവിടെയാണ് മാറ്റം എന്നുള്ള ചോദ്യോട് ഉന്നയിക്കുക. അപ്പോൾ പറയുന്നത് എന്താണ്? വിഴിഞ്ഞം പോർട്ട്, മറ്റേ കണ്ണൂർ വിമാനത്താവളം, സ്മാർട്ട് സിറ്റി, അതുപോലെ മെട്രോ, ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഏത് ഗവൺമെൻറ് കാലത്താണ് ഉണ്ടായിരുന്നത് എന്നത് കൃത്യമായിട്ട് ഇതിനു മുമ്പ് നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ചർച്ചയാക്കുന്നതിലൂടെ. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ്? എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ ഇവിടെ പറഞ്ഞു ഒരുപാട് കാര്യം. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയില്ലേ? അതായത് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് അവർ കൊണ്ടുവന്നത് കേരളയിലാണ്. ആ കേരളയിലെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നമുക്കറിയാം. പിന്നെ ഏതാണ് അവരുടെ ഒരു പദ്ധതി പറയൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പൂർത്തിയാക്കിയില്ലേ, തറക്കല്ലിട്ടാൽ മാത്രം മതി എന്നുള്ള രീതിയിലൊക്കെ എത്തി. അവിടെയാണ് അജണ്ട ഇല്ലാതായപ്പോൾ KC വേണുഗോപാൽ ഇത് വളരെ നിഷ്കളങ്കമായി പറഞ്ഞതല്ല എന്ന് പറയുന്നത് പോലെ താങ്കൾക്കൊരു അജണ്ടയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയല്ല. ആരെങ്കിലും സംശയിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ, വികസന
പരിപാടികൾ, എന്താണ് ആ ഫ്ലാഗ്ഷിപ്പ് പരിപാടികൾ, ഇതൊക്കെ ഡോക്ടർ ശിവദാസനെ കൊണ്ട് എണ്ണി എണ്ണി പറയിക്കാനുള്ള, വീണ്ടും സതീശന് പണി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിമർശനമാണോ താങ്കൾ ഇപ്പോൾ നിഷ്കളങ്കമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഡോക്ടർ ലാലേ, ഞാനിതൊക്കെ ചോദ്യം ചോദിച്ചിട്ട് വേണ്ടല്ലോ ശിവദാസന് ഉത്തരം പറയാൻ. അദ്ദേഹം നല്ലൊരു MP ആണ്, അദ്ദേഹം നല്ലൊരു പ്രസംഗകനാണ്, അദ്ദേഹം നിലമ്പൂർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രസംഗിച്ചോളും. ഞാൻ ഈ ചർച്ചയിലുള്ള വിഷയമാണ് പറയുന്നത്. ഈ ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ ഞാൻ ഒരു പക്ഷമുള്ള പത്രപ്രവർത്തകനായതുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെ ഭാഗം ന്യായീകരിക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇവിടെ വിശദീകരിക്കേണ്ടത് നേരത്തെ വന്ന ആ ചോദ്യമാണ്. KC വേണുഗോപാൽ ഈ പറയുന്ന എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണോ ഈ പ്രസ്താവന നടത്തിയത്? അതല്ലെങ്കിൽ അദ്ദേഹം തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മാപ്പ് പറയണ്ടേ? കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളി പറയണ്ടേ? എന്താണെന്നുള്ളത് അതാണ് താങ്കൾ പറയേണ്ടത്. ഡോക്ടർ ലാലേ, സംഘടന AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിൻ്റെ വാക്കാണ്, VD സതീശൻ്റെയും വാക്കാണ്, ചെന്നിത്തലയുടെയും വാക്കാണ്. അത് നമ്മൾ വേറെ അജണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നോളൂ. ഔദ്യോഗിക നിലപാടാണ്. നേരത്തെ ശിവദാസൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് സ്ഥിരമായി ഇത്തരം പരിപാടികൾക്കെതിരാണ്. നേരത്തെ ഒരു കാര്യം കൂട്ടിച്ചേർത്തു, പ്രേംകുമാർ മറ്റേ 2021 അരി വിതരണം ചെയ്തപ്പോൾ തടസ്സമുണ്ടാക്കിയതും പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതും, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ എവിടെയുമുള്ള പരിപാടിയാണ്. ഇതാണ് താങ്കൾ പറയുന്നത്. AICCയുടെ ഒപ്പാണ് KC ഇട്ടുകൊടുത്തത്. അപ്പോൾ ഡോക്ടർ ലാലേ, നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ഞാൻ ഒരു കാര്യം മാത്രം പറയും. ഇപ്പോൾ ക്ഷേമ പെൻഷനാണല്ലോ നിങ്ങൾ ആദ്യം ചർച്ചയ്ക്കെടുത്തത്. 18 മാസത്തെ കുടിശ്ശികയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രസംഗത്തിൽ അദ്ദേഹം നിലമ്പൂരാണ് പറഞ്ഞത്. അവിടുത്തെ സ്ഥാനാർത്ഥി M സ്വരാജാണ്. ശ്രീ ശിവദാസിന് അറിയാം, M സ്വരാജ് അസംബ്ലിയിൽ മെമ്പറായിരുന്ന 2014 തോന്നുന്നു, 2014 തോമസ് ഐസക്കാണല്ലോ എന്നാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം 2016 സ്വരാജ് അസംബ്ലിയിലുള്ള സമയത്ത്, അതെ, സ്വരാജ് അസംബ്ലിയിലുള്ള സമയത്ത് തോമസ് ഐസക്കിൻ്റെ ഈ ക്ഷേമ പെൻഷനെ കുറിച്ച് സ്വരാജിന് കൊടുത്ത മറുപടി മാത്രം എടുത്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. അതോടൊപ്പം കിടന്ന് നിലമ്പൂരുള്ള ജനങ്ങൾ കൈരളി ചാനൽ കേൾക്കുന്നവർ അതെടുത്ത് നോക്കട്ടെ, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ KC വേണുഗോപാലായാലും VD സതീശനായാലും അങ്ങനെ വേർതിരിവ് കാണിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, PV അൻവർ ഒരു വലിയ ഘടകമാണെന്നും ആ അൻവറെ UDF ഉപയോഗപ്പെടുത്തുമെന്നും ഒരു നല്ല ആയുധമാണെന്നും ഒക്കെ നമ്മുടെ മാധ്യമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ UDF ഒരു നിലപാടെടുത്തു. ആ നിലപാടിനെ വളരെ എന്താണ് പറയുക, നമ്മൾ സ്വകാര്യമായിട്ട് ഏതാളുകളും ന്യായീകരിക്കും. വേറെ ആരും പറഞ്ഞില്ല. സണ്ണി ജോസഫ് പറഞ്ഞത് വേറെയാണ്. ഇപ്പോഴും PV അൻവറിനെ ഇന്നത്തെ ദിവസവും എതിർത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇവരാരും. PV അൻവറിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഈ നിമിഷം ഞാൻ കേട്ടില്ല. എന്തിനാ വേദന ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. UDFന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ UDFന്റെ അസോസിയേറ്റ് മെമ്പറൊക്കെ അത്രേ ഉള്ളൂ. അതിന് വേദനയൊന്നുമില്ല. ഏത് രീതിയിലുള്ള മാർഗം അതേ നിലപാടാണോ? എൻ്റെ ലാല് UDF എന്ന് വെച്ചാൽ കോൺഗ്രസ്, ലീഗ്, RSP, CMP തുടങ്ങിയ എല്ലാ കക്ഷികളുടെയും കാര്യമായി പറഞ്ഞത് UDF നിലപാട്. അൻവർ, ഞാൻ ഒന്നുകൂടെ പറയാം, UDFന്റെ സ്ഥാനാർത്ഥിയെ ഇന്ന് സതീശൻ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറയാം, അപ്പോൾ ലാലിന് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി UDFന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ പോലും അൻവറിന് ഇവിടെ പ്രവേശനമില്ല, ക്ഷമിക്കണം, പത്രിക പിൻവലിച്ചാൽ പോലും അൻവറിന് UDFൽ പ്രവേശനമില്ലെന്ന് VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമാണ് അൻവറുമായിട്ട് ചർച്ച നടത്തിയതെന്നും അവരുടെ തീരുമാനമാണ് ഞാൻ പറഞ്ഞതെന്നും ഈ ഉറച്ച നിലപാട്, അതാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു മേധാവിത്വം UDFന് ഉണ്ടായി കൊടുത്തത് അവരുടെ നിലപാടാണ്. ഒരു ഉറച്ച മാധ്യമങ്ങളെ കാണുമ്പോഴോ, PC വിശ്വനാഥ് മാധ്യമങ്ങളെ കാണുമ്പോഴോ, ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമ്പോഴോ, രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോഴോ ഇതൊന്നും താങ്കൾ ഈ പറഞ്ഞ ഉറച്ച നിലപാടൊന്നും കാണുന്നില്ല. VD സതീശൻ പറഞ്ഞ വാക്കുകൾ മാത്രം, അത് അദ്ദേഹം തുടക്കം തൊട്ട് അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് നമുക്ക് അറിയേണ്ടതും. അത് അദ്ദേഹം പറയുന്നതിനെ KC വേണുഗോപാൽ പോലും ഒപ്പുചാർത്തുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ.
അതായത് ഞാനിത് പറഞ്ഞാൽ ലാലിന് മനസ്സിലാവില്ല, കാരണം ലാല് കൈരളിയുടെ അവതാരകനായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായാലും മനസ്സിലായില്ലെന്നത് എന്ന ഒരു അഭിനയിക്കും. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്തായിരുന്നു? പാണക്കാട് കുടുംബാംഗങ്ങൾ UDF കൺവെൻഷൻ ബഹിഷ്കരിച്ചു. എത്ര പറഞ്ഞാലും ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാനാവാതെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. ഇന്ന് PC വിശ്വനാഥിൻ്റെ പത്രസമ്മേളനം കൃത്യമായിട്ട് കേട്ടോക്കെ അതിൻ്റെ മറുപടി കിട്ടിയിട്ടുണ്ടോ എന്ന്. രണ്ടാമത്തെ കാര്യം, PC വിശ്വനാഥ് ആണെങ്കിലും ഷാഫി ആണെങ്കിലും ആരായാലും സതീശനും ചെന്നിത്തലയും കോൺഗ്രസ് UDFും പറയുന്നിടത്ത് അപ്പുറത്ത് പോയിട്ടില്ല. ആകപ്പാടെ അതിലൊരു തെറ്റു പറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അത് ഞാൻ അങ്ങോട്ട് തന്നെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണെന്നും കാണാൻ പോയത് തെറ്റാണെന്നും ഞാൻ ശാസിച്ചുവെന്നും VD സതീശൻ അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്ന ഒരു UDF സംവിധാനം സമീപകാലത്ത് ഇത് ആദ്യമാണ്. ആ UDF സംവിധാനം ഉള്ളത് കൊണ്ടാണ് നിലമ്പൂരിലെ CPMൻ്റെ ഭയം. അതുകൊണ്ടാണ് ഒരു BJP സഹയാത്രികൻ ഒരു പ്രസ്താവന ഇറക്കിയതും ആ പ്രസ്താവന ഇന്ന് മാതൃഭൂമി പത്രത്തിലുണ്ട്. എന്ത് അവിടെ സ്വരാജ് ജയിക്കുന്ന പറഞ്ഞ BJPയുടെ സഹയാത്രികൻ എന്താ പറഞ്ഞത്? അവിടെ സ്വരാജ് ജയിക്കും, മന്ത്രിയാവും. അതിൻ്റെ അർത്ഥം എന്താ? BJP CPM ബാന്ധവം എന്ന് തന്നെ ആണെന്ന് നമ്മൾ ധരിക്കണ്ടേ? അല്ലെങ്കിൽ അങ്ങനത്തെ പ്രസ്താവന എന്തിനാ BJP സഹയാത്രികൻ നിരീക്ഷകനായി വരുന്ന ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വാർത്തയാണ്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ CPM നേതാക്കൾ. മറുപടി പറയണ്ടേ? അതാണ് നിലപാടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ UDF ഒരു നിലപാടെടുത്തു. അവിടെ CPMൻ്റെ ഒരു നേതാവ് പറഞ്ഞ എല്ലാവരുടെയും വോട്ട് വേണമെന്നാ, ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ? അവിടെയാണ് നിലപാട് UDFനുള്ളത്. ആ നിലപാട് LDFന് ഇല്ല. അതുകൊണ്ടാണ് ഒറ്റ മിനിറ്റ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം KB ഗണേഷ് കുമാറിൻ്റെ പടം പൊക്കിപ്പിടിച്ച് കേരള കോൺഗ്രസ് B പ്രവർത്തകർ മുദ്രാവാക്യം പിടിച്ചപ്പോൾ ഇത് LDF കൺവെൻഷനാണ്, വെവ്വേറെ പാർട്ടികളുടെ ഒന്നും ഇവിടെ വേണ്ടെന്ന് പറയേണ്ടി വന്നത്. LDFൽ ഐക്യമില്ലായ്മ കൊണ്ടാണത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഈ നിലപാടെന്ന് ഞാൻ പറഞ്ഞത്. UDFലെ ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ വരുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗിലെ പാണക്കാട് തങ്ങളുടെ അസാന്നിധ്യം, ആ കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാത്ത കൺവെൻഷനുകൾ അവിടെ നടക്കുന്നത്, മുസ്ലിം ലീഗിൽ വലിയ ആവേശം ഇപ്പോഴും കാണാത്തത്, കോൺഗ്രസിനോടുള്ള അവരുടെ അതൃപ്തി, ഈ കാര്യങ്ങളൊക്കെ ഇനി KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവനയോട് മുസ്ലിം ലീഗ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതൊക്കെ കാത്തിരിക്കുകയാണ്. അവരംഗീകരിക്കുന്നുണ്ടോ? UDFലെ ഘടകകക്ഷികൾ ഈ പറയുന്ന അതേ നിലപാടിൽ തന്നെയാണോ? ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ അവർക്കും കൈക്കൂലിക്കാരാണോ? അറിയേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശിവദാസൻ, താങ്കൾ തുടക്കത്തിൽ തന്നെ ശ്രീകുമാർ പറയുമ്പോൾ തന്നെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് പറയാം. അതിലൊന്ന്, അദ്ദേഹം ആദ്യം ചർച്ചക്കിടയിൽ പറഞ്ഞു PC വിഷ്ണുനാഥ് ചോദിച്ച ചോദ്യത്തിന് കിട്ടിയ ഉത്തരത്തെക്കുറിച്ച്. ഞാനത് പറഞ്ഞു, അങ്ങ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് അങ്ങ് ധരിച്ചിരിക്കുന്ന പെശക അങ്ങേക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് സ്വരാജിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സ്വരാജ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ, എന്താണ് ഉത്തരം. ഞാൻ സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു ഷാബു പ്രസാദ് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പിനെ കുറിച്ച്. അദ്ദേഹം BJPയുടെ ആരാണെന്നോ RSSൻ്റെ ആരാണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് RSSനോടും BJPയോടും ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ കൃത്യമായ നിലപാടുള്ള ഒരു പാർട്ടിയാണ് CPIM. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. വർഗീയവാദികളായിട്ടുള്ള ആളുകളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തവരാണ്. ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യരോടും വോട്ടഭ്യർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം വർഗീയവാദികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടാവേണ്ടുന്നവരല്ല. എന്നാൽ അതിനൊപ്പം തന്നെ ഞങ്ങൾ കാണുന്ന എന്താ, കോൺഗ്രസിനെതിരായി UDFനെതിരായി ഞങ്ങൾ രാഷ്ട്രീയമായ യുദ്ധത്തിൽ നിൽക്കുകയാണ്. ആ UDFനെതിരായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള യുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നലകളിൽ വഴിതെറ്റി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി UDFൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എത്തിപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. ആ ആളുകളോട്, ആ കൂട്ടത്തിലുള്ള ആളുകളോട് നിങ്ങൾ ഈ ശരിയായ വഴിയിലേക്ക് വരണം എന്നുള്ള ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഭ്യർത്ഥന ഞങ്ങൾ മുമ്പോട്ട് വെക്കുകയും ചെയ്യും. അതിൻ്റെ കൃത്യമായി ഞങ്ങൾ പറയുകയാണ്, എല്ലാ നല്ല മനുഷ്യരും എന്നുള്ള ഞങ്ങളുടെ സംബോധനയിൽ വർഗീയവാദികളെ നല്ല മനുഷ്യരായി ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ടഭ്യർത്ഥിച്ച് അവരുടെ വോട്ട് നേടി നിലമ്പൂരിൻ്റെ മണ്ണിൽ വലിയ വിജയം നേടും എന്നുള്ളത് അങ്ങയോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇടപെടലിൻ്റെ പാരമ്പര്യം എന്നുള്ളത് അങ്ങ് ഓർമ്മിക്കുന്നത് നല്ലതാണ്. RSSനെതിരായി ഏറ്റവും സുശക്തമായിട്ടുള്ള പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് EMS ആണ് എന്ന് കൃത്യമായി മറുപടി നിൽക്കുകയാണ്. എന്താണ് EMSന് ആണ് എന്ന് പറയാൻ പറ്റുന്നത്? RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമുണ്ട് EMSൻ്റെത്.
RSSനും BJPക്കുമെതിരായി ഏറ്റവും കാർക്കശ്യമാർന്ന സമീപനം എടുത്തു പോകുന്ന ഒരു പാർട്ടി CPIM, മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി. അതുകൊണ്ട് എല്ലാ ജനാധിപത്യവാദികളെയും കൂട്ടിച്ചേർത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നയങ്ങൾക്കെതിരായി അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ അങ്ങയോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, തെറ്റായ രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോൾ അതിന് വളമിട്ട് കൊടുക്കുന്ന നിലയിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ RSSനെയും അതുപോലെ വർഗീയ സംഘടനകളെയും കേരളത്തിൻ്റെ മണ്ണിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതലമൊരുക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ക്ഷേമ പെൻഷൻ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ തുടക്കം. അതുകൊണ്ട് അത് വിട്ടുപോകരുത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് തിരുത്തണം. അത് കൈക്കൂലിയാണ് എന്ന് കാണുന്നതിൽ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷനുകൾ കേരളത്തിലേതുപോലെ കൊടുക്കാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഇതര സർക്കാരുകൾ ക്ഷേമ പെൻഷനുകൾ എന്നുള്ളത് അനാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ന് കണക്ക് കൂട്ടുന്നത്? അവിടെ നമ്മുടെ ഒരു ഉത്തരവുണ്ട്. കോൺഗ്രസിൻ്റെ സമീപനത്തിൻ്റെ തെളിവാണ് ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് കേരളത്തിൽ നീണ്ട കാലം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാതിരുന്നത് എന്നുള്ള കാര്യം തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കർഷകർക്കും തൊഴിലാളിക്കും അവകാശപ്പെട്ട, നമ്മുടെ നാട്ടിലെ വിധവകൾക്ക് അവകാശപ്പെട്ട, നമ്മുടെ നാട്ടിലെ പ്രായസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവകാശപ്പെട്ട, ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ടിട്ടുള്ള പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം നടത്തണം എന്ന സമീപനമാണ് നമ്മൾ എടുക്കേണ്ടത്. കൊടുക്കരുത് എന്ന കോൺഗ്രസ് സമീപനത്തിനെതിരായി, UDF സമീപനത്തിനെതിരായി ബഹുജനങ്ങൾ അണിനിരക്കും എന്നുള്ള കാര്യം അങ്ങയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഡോക്ടർ ശിവദാസൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ നിലപാട്, KC വേണുഗോപാലിനെ തള്ളിപ്പറയാത്ത നിലപാട്, ഒപ്പം ഇക്കാര്യത്തിൽ ഇതൊരു കോൺഗ്രസിൻ്റെ നിലപാട് പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും കൊടുക്കരുത്, ജനങ്ങൾക്ക് അത് ഓർമ്മ വരരുത് എന്നുള്ള ഒരു നിലപാട്, ഇത് കോൺഗ്രസിൻ്റെ ഈ നിലപാടിനോട് അവരുടെ കൂടെയുള്ള ഘടകകക്ഷികൾ യോജിക്കും മലപ്പുറത്ത്, ഈ നിലമ്പൂരിൽ എന്ന് താങ്കൾക്ക് അവിടുത്തെ ഒരു പൾസ് വെച്ച് തോന്നുന്നുണ്ടോ? ക്ഷേമ പെൻഷൻ കൊടുക്കരുത് എന്നുള്ളത് നാളെ തെരഞ്ഞെടുപ്പ് വേളയിൽ ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഒരു മുൻവാദമാണ്. അതുകൊണ്ട് ക്ഷേമ പെൻഷനായാലും ശമ്പളമായാലും എല്ലാ മാസവും കൃത്യതയാർന്ന നിലയിൽ നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് വേണ്ടത്. BJPയും കോൺഗ്രസും ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള ശമ്പളത്തിൻ്റെ മുകളിൽ എടുത്തിട്ടുള്ള തീരുമാനം നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ സർക്കാരിന് ശമ്പളവും പെൻഷനും എല്ലാ മാസവും കൃത്യമായി വിതരണം നടത്തുക എന്നുള്ള നിലപാടാണുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്ഷേമ പെൻഷന് വേണ്ടി നമ്മളുണ്ടാക്കിയിട്ടുള്ള ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കമ്പനിയെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ് ഇടപെട്ടപ്പോൾ അതിനെതിരായിട്ട് ഒരു വാക്കുപോലും ആര് പറഞ്ഞില്ല? കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞില്ല, UDF പറഞ്ഞില്ല. എത്രമേൽ സങ്കടകരമാണ്. ക്ഷേമ പെൻഷൻ്റെ മുകളിൽ 600 കോടിയോളം രൂപ പല നിലയിൽ കൊടുക്കാനിരിക്കുകയാണ്. കൊടുക്കേണ്ടുന്ന തുക കൊടുക്കുന്നില്ല. എന്താണ് കൊടുക്കാത്തത് എന്നുള്ളത് ഇവർ ചോദിക്കുന്നില്ല. ക്ഷേമ പെൻഷൻ എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ ക്ഷേമ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളുടെയും ഒരു കണ്ണി ചേർന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വീട് കൊടുക്കുന്നത് ക്ഷേമ പദ്ധതിയുടെ ഭാഗമാണ്. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം എന്നുള്ളത് ക്ഷേമ പദ്ധതിയാണ്. ആരോഗ്യ മേഖലയിൽ നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും BJPയുടെയും നയമാണ്. അതുകൊണ്ടാണ് ഇവിടെ മോഡിയുടെ ഫോട്ടോ വെക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ 6 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ വീടെടുക്കുന്നതിന് വേണ്ടി 60,000 രൂപ പോലും കൊടുക്കാൻ തയ്യാറാവാതിരിക്കുന്നത്. അങ്ങനെയുള്ള സമീപനം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എന്തുകൊണ്ടാണ് വീടെടുക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് പണം വയ്ക്കാത്തത് എന്നുള്ള ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നില്ല. കേരളത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഉയർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൊടുക്കുന്നതിൻ്റെ മടങ്ങുകൾ അധികം കൊടുക്കുമ്പോൾ അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ഒരു സംസ്ഥാന സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഇവർ പറയുന്നില്ല, അതിന് ശരിയാണെന്ന് പറയുന്നില്ല. യൂണിയൻ ഗവൺമെൻറ് പണം നൽകണമെന്ന് പറയാൻ ഇവർ സന്നദ്ധരാകുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ യൂണിയൻ ഗവൺമെൻറ് 25% ചുവടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 75%-ലും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്നും ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണെന്നും ക്ഷേമ പദ്ധതികളോട് ഏറ്റവും ശരിയായ നിലപാടെടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളമെന്നും പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. കേരളത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന്, യൂണിഫോം നൽകുന്നതിന്, പുസ്തകം നൽകുന്നതിന്, അംഗനവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി നൽകുന്നതിന് ഉൾപ്പെടെ തീരുമാനം എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുന്നതിനല്ല നിൽക്കേണ്ടത്. കേരളത്തിൻ്റെ ക്ഷേമ
പദ്ധതി, ക്ഷേമരൂപങ്ങൾ ലോകത്തെയാകെ അറിയിക്കുന്നതിന് വേണ്ടി മലയാളി എന്ന നിലയിൽ ബഹുമാന്യനായിട്ടുള്ള അങ്ങുകൂടി ഇതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിൽക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ശരി, ഡോക്ടർ പ്രേംകുമാർ, നേരത്തെ താങ്കൾ പറഞ്ഞ ആ അർത്ഥത്തിൽ KC വേണുഗോപാൽ പറഞ്ഞതിന് മറ്റൊരു വശമുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ. അത് ഏത് രീതിയിലാണോ നിലമ്പൂരിൽ കോൺഗ്രസ്സിന്, ആര്യാടൻ ഷൗക്കത്തിന് പ്രശ്നമാകുന്നത്, അതുപോലെ തന്നെ മറ്റൊരു വശം കൂടി അവിടെയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിച്ച് ആര്യാടൻ ഇതെങ്ങനെ കൈയടക്കി വെച്ചിരുന്നു, അതുപോലെ ആര്യാടൻ്റെ മകനും ഇനി നിലമ്പൂരിൽ ഇതിങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അത് ലീഗിന് എത്രമാത്രം താല്പര്യമുള്ള കാര്യമാണ് എന്നുള്ളത് അതും വലിയ രീതിയിൽ രാഷ്ട്രീയ വിശകലനം നടത്തപ്പെടുന്നൊരു വിഷയമാണ്. ആ അർത്ഥത്തിൽ കൂടി ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ കത്തിപ്പടരുകയാണല്ലോ. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു ബന്ധം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ചത് ഇഷ്ടപ്പെടാത്തവരാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത് കണ്ടത്. എന്താണ് മാധ്യമങ്ങൾ, വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളെപ്പോലെ ഇവിടെ പെരുമാറുന്നത് എന്നൊക്കെ വിഷ്ണുനാഥും ഷാഫിയും ഒക്കെ ചോദിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു നമ്മളിന്ന്. അല്ല, അത് പറയാം. അതിന്റെ മുന്നേ എൻ്റെ സുഹൃത്ത് ശ്രീകുമാറിന്റെ ഒരു പതിവ് രീതിയാണ്, അദ്ദേഹത്തിന് സൗകര്യപ്രദമായ രീതിയിൽ വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ നല്ല വസ്തുതകൾ പോലെ പച്ച കള്ളം തട്ടിവിടും, എന്നിട്ട് പിടിക്കപ്പെട്ടാൽ മനോഹരമായിട്ട് ചിരിക്കും. അതെവിടെ ആദ്യം പറഞ്ഞു ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. ദേശാഭിമാനി റിപ്പോർട്ട് വായിച്ചപ്പോൾ അദ്ദേഹം കൂളായിട്ട് പറയാം, ഞാൻ തൃശ്ശൂരാണ് ഇരിക്കുന്നതെന്ന്. കേരളം മുഴുവൻ കാണുന്ന ചർച്ചയാണല്ലോ. KC വേണുഗോപാൽ മലപ്പുറത്തിന്റെ കോൺഗ്രസ്സുകാരനും അല്ലല്ലോ. അതേപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഷാബു പ്രസാദ് BJPയുടെ നേതാവാണെന്നുള്ളത്. BJPയുടെ വക്താവുമല്ല. ഞാൻ പറയണത്, കഴിഞ്ഞ ആഴ്ച മനോരമ ന്യൂസിൽ ഒരു ചർച്ചയിൽ VK സനോജ് CPMന്റെ പ്രതിനിധി ഷാബു പ്രസാദിനെ പറ്റി RSS സഹയാത്രികൻ, RSS വേർഷൻ പറയുന്ന ആളെന്ന് പറഞ്ഞപ്പം അദ്ദേഹം കടുത്തു വിയോജിച്ചു. ഞാൻ BJPയുടെ പ്രതിനിധിയോ RSSന്റെ പ്രതിനിധിയോ അല്ല, അങ്ങനെയല്ല എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്, ആ വേർഷൻ പറയുന്ന ആള് എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് BJPയുമായിട്ടോ RSSുമായിട്ടോ ഔദ്യോഗികമായിട്ട് അഫിലിയേഷൻ ഇല്ല. പല കാര്യങ്ങളിലും അദ്ദേഹം RSSനെയും BJPയെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഡയലോഗുകൾ പറയാറുണ്ട്. എന്തോ തരത്തിൽ BJPയോടുള്ള വിയോജിപ്പ് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഷാബു പ്രസാദ് ഫേസ്ബുക്കിൽ അത് എഴുതിയിട്ടുള്ളത്. കാരണം എന്നെ പറ്റി CPMകാരെന്ന് പറഞ്ഞാൽ ഞാനോ ശ്രീകുമാറിനെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അദ്ദേഹമോ അല്ല എന്ന് പറയില്ല. പക്ഷെ ഷാബു പ്രസാദ് അങ്ങനെ പോലും അല്ല. ആ ഫാക്റ്റിനെ കളവാക്കിയിട്ട് പറയുകയാണ് ശ്രീകുമാർ ചെയ്യുന്നത്. അറിയാതെ പറയുന്നത് അല്ല, അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. പിന്നെ മുസ്ലിം ലീഗിന് ഇതിനകത്തുള്ള ഒരു സ്ലോനെസ് ഉണ്ടല്ലോ, ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനുള്ള ഒരു ഉത്സാഹക്കുറവ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ചാല് PV അബ്ദുൾ വഹാബ് നോക്കൂ, മുസ്ലിം ലീഗിന്റെ ദേശീയ ട്രഷററാണ്, നിലമ്പൂരുകാരനാണ്. M സ്വരാജ് സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ പണ്ടേ പലവട്ടം പറഞ്ഞിട്ട് നിലമ്പൂരിൽ മത്സരിക്കണമെന്ന്, സ്വരാജ് മത്സരിക്കണമെന്ന്. നോക്കൂ, മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഷാഫി ചാലിയം ഒരു ചാനൽ ചർച്ചയിലാണ് വളരെ കൂളായിട്ട് പറഞ്ഞിട്ടുള്ളത്. KM ഷാജി കുറച്ച് മുമ്പാ പറഞ്ഞിട്ടുള്ളത്, വേറെ ഏത് നേതാവിന് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ സ്വരാജ് അത് നമുക്ക് ഒഴിവാക്കാം പറയുന്നതാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഷാഫി ചാലിയത്തിനെയോ വഹാബിനെയോ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഈ നിമിഷം വരെ മുസ്ലിം ലീഗിന്റെ ആളുകൾ പറഞ്ഞിട്ടില്ല. ഒരു തങ്ങള് മാത്രമാണ് ഹജ്ജിന് പോയിട്ടുള്ളത്. തങ്ങൾ കുടുംബത്തിൽ നിന്ന് പോലും ഒരാൾ പോലും പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. അതിന് PK ഫിറോസ് എന്ന് പറയുന്ന മറുപടി എന്താണെന്ന് അറിയോ? ചൊവ്വാഴ്ച പൊതുവെ തങ്ങന്മാരെ എവിടെയും പോവാറില്ല എന്നാ. ചൊവ്വാഴ്ച അല്ലല്ലോ കൺവെൻഷൻ അതിന്റെ തലേദിവസമായിരുന്നു. അപ്പം അവരുടെ ഒരു മെല്ലെപ്പോക്കുണ്ട്. കാരണം നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാള് ഉഗ്രപ്രതാപിയായി വാഴുന്നത് ലീഗിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷവും അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്, അവസാന നിമിഷം വരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകൾ എന്താ പറയുന്നത്? VD സതീശന്റെ കടുംപിടുത്തത്തിനോട് ലീഗിന് വിയോജിപ്പുണ്ടെന്നാ. VD സതീശൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്, പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമാണ് എന്ന്. പക്ഷേ KC വേണുഗോപാൽ അടക്കം K മുരളീധരനും K സുധാകരനും വന്നിട്ടില്ല നിലമ്പൂരില്. അതായത് ആര്യാടൻ ഷൗക്കത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ ഇവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലാത്ത വേറെന്തോ രീതിയിൽ ഇതിനെ കൊണ്ടുപോവാൻ UDFന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട്. അഥവാ ഷൗക്കത്ത് അങ്ങനെ ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ കാണാനുണ്ട്, വളരെ കൃത്യമായ സൂചനകൾ. അതൊരു പൊളിറ്റിക്കലി ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം
PV അൻവർ ഷൗക്കത്ത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷവും കെ സുധാകരൻ പറഞ്ഞെന്താ, അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല, അയാൾ വേറെ പാർട്ടിയുടെ ആളാണെന്നാണ്. അതുപോലെ വലിയൊരു തമാശ നമ്മൾ പണ്ടേ പറയുന്ന ഒരു ചോദ്യമല്ലേ, വെറും വയറ്റിൽ എത്ര ഇഡ്ഡലി കഴിക്കാം എന്ന് ചോദിക്കുന്ന പോലെയാണ് ഒരാൾക്കെതിരെ ഒരു മുന്നണിക്ക് എത്ര തവണ വാതിലടയ്ക്കാൻ പറ്റും. ഒരു 10 ദിവസമായി നമ്മൾ ഇത് കേൾക്കുന്നു. അൻവറിനെതിരെ വാതിലടച്ചു, പകല് വാതിലടയ്ക്കും, രാത്രി വാതിൽ തുറക്കും, പിറ്റേസം രാവിലെ പിന്നെയും VD സതീശൻ വന്നിട്ട് പറയും വാതിലടച്ചു, പിന്നെയും വാതിൽ തുറക്കും. ഇപ്പോഴും അവർ പറയുന്നത് എന്താ പറയുക, ശ്രീകുമാർ പറയുന്നത് നോമിനേഷൻ പിൻവലിച്ചാൽ പോലും ചേർക്കില്ല, അതുപോലും ആലോചിക്കുന്നുണ്ട്. വിചിത്രമായ മറ്റൊരു കാര്യം, രസകരമായ മറ്റൊരു കാര്യം, 2 പത്രികകൾ തള്ളിപ്പോയി എന്നുള്ളതാണ്. TMCയുടെ ബാനറിൽ TMCയുടെ പേരിൽ അൻവർ കൊടുത്ത പത്രിക തള്ളിപ്പോയി. എന്താ തള്ളിപ്പോയെന്നറിയോ? 10 പേര് ഒപ്പിടേണ്ടുന്ന പത്രികയിൽ ഒരാളെ ഒപ്പിട്ടിട്ടുള്ളൂ. അതറിയാത്ത ആളല്ലല്ലോ PV അൻവർ. രണ്ടാമത് തള്ളിപ്പോയ പത്രിക SDPIയുടേതാണ്. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് പറഞ്ഞ് പ്രകടനം നടത്തി SDPI സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിപ്പോയി. 2 പത്രികകൾ അതിനാടകീയമായി തള്ളിപ്പോയി. ഇതെല്ലാം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളത് വിശ്വസിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ബുദ്ധിയുള്ള ആളുകൾ പോലും അത് വിശ്വസിക്കില്ല. എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ആര്യാടൻ, അതാ ഞാൻ പറഞ്ഞത്, PV അൻവർ ആയിരുന്നാലും കോൺഗ്രസിനുള്ളിലുള്ള പലർക്കും M സ്വരാജ് ജയിക്കണമെന്നുള്ളതല്ല, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടതില്ല എന്നുള്ള വിചാരമുണ്ട്. അവരത് വളരെ കൃത്യമായിട്ട് വെളിവാക്കുന്നുണ്ട്. അത് ഇനി എങ്ങനെയാണ് ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് കൂടെയാണ് നമ്മൾ അവിടെ കാണേണ്ടത്. VD സതീശൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും, അയാൾക്കെതിരെയുള്ള ഒരു പടനീക്കത്തിന്റെ സൂചനയായിട്ട് ഒരു മാർഗമായിട്ട് ഈ ഇലക്ഷനെ കാണുന്ന ആളുകൾ ഇവരുടെ ക്യാമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് PK ഫിറോസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് വലിയ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കുറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് നാണക്കേടാണ് എന്ന്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ചയുണ്ട്, N ശ്രീകുമാർ, നോക്കൂ, ഈ ക്ഷേമ പെൻഷൻ ഇത്രയധികം കൊടുക്കുന്ന, ഇത്ര ആളുകൾക്ക് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം. കോൺഗ്രസ് ഭരിക്കുന്ന പലയിടത്തും ഈ പറയുന്നതിൻ്റെ 1/3 പോലും ഇല്ലാത്ത ഒരവസ്ഥ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് KC വേണുഗോപാലിൻ്റെ ഈ പ്രസ്താവന. ഒന്ന്, അതിലെ അസ്വാഭാവികത ഇവിടെ ചർച്ച ചെയ്തു. കൂടാതെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം, വ്യക്തത വരുത്തി പോകണം. അല്ലെങ്കിൽ N ശ്രീകുമാർ ഇവിടെ ഇരുന്നിട്ട് ആ വ്യക്തത കൊടുത്തില്ല എന്ന് നാളെ പരാതി വരും. അതിൽ അസ്വാഭാവികത കാണുന്നവരുണ്ടാകും. ഈ പാണക്കാട് തങ്ങളെ വിമർശിച്ച ആര്യാടൻ ഷൗക്കത്തിനോട് മുസ്ലിം ലീഗിന്, പാണക്കാട് കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ? അത് നിലമ്പൂരിൽ പ്രകടമാകുന്നുണ്ടോ? നോക്കൂ ലാലെ, 2 മിനിറ്റേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പറയാം. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ VS അച്യുതാനന്ദൻ്റെ കാലത്ത് 13 ലക്ഷത്തിലധികം ആളുകൾക്കായിരുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തത്. ഉമ്മൻചാണ്ടി കാലത്തത് 34 ലക്ഷമാക്കി. പിണറായി വിജയൻ്റെ കാലത്തത് 59 ലക്ഷമാക്കി. പക്ഷേ പിണറായി വിജയൻ്റെ കാലത്ത് ഒരു കാര്യം ചെയ്തു, പല പെൻഷൻ വാങ്ങിച്ചവരെല്ലാം കൂടെ ഏകോപിപ്പിച്ച് 1000 രൂപയാക്കി കുറച്ചു. അതാരും നമ്മൾ കാണാറില്ല. അതവിടെ ചർച്ച ചെയ്യട്ടെ, അത് നിൽക്കട്ടെ. പിന്നെ മറ്റുള്ള ശ്രീ ശിവദാസൻ പറഞ്ഞത് M സ്വരാജനും ദാസനും അതുപോലെ നമ്മുടെ അംബികയ്ക്കും ഒക്കെ കൊടുത്ത ഉത്തരം അസംബ്ലി കിടപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്ത ചോദിച്ച കാര്യം, അതായത് ഈ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഈ ആര്യാടൻ മുഹമ്മദ് കുഞ്ഞാലി വധക്കേസിലെ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് CPM ഒരു കാലത്ത് ആരോപണം ഉന്നയിച്ചിരുന്ന ആര്യാടനെ 1980 CPM പിന്താങ്ങിയിട്ടാണ് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ അത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ പാണക്കാട് തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതൊന്നും അല്ല വിഷയം. തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്തെ, നിലമ്പൂരിലത്തെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം അത് ചർച്ച ചെയ്യുമ്പോൾ ഒപ്പം കേരളത്തിലെ പാണക്കാട് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണോ ഈ ചർച്ചയിലൂടെ? അതിലൊരുപാട് എൻ്റെ ലാലെ, ഇത് കൃത്യമായിട്ട് ഇന്ന് പാണക്കാട് തങ്ങൾ തന്നെ വന്ന് പറഞ്ഞു പത്രലേഖകരോട്. നിങ്ങൾ ഒരു കാര്യം കണ്ണടച്ചിരുട്ടാക്കല്ലേ, ഉള്ള കാര്യം നിങ്ങൾ ഉള്ളതായിട്ട് പറ, അല്ലാണ്ട് അതിനെ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കേ. പാലക്കാട് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഒരു ആവേശക്കുറവ് ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ. എന്താണ് ഇങ്ങനെയാണോ നിങ്ങൾ പുതുപ്പള്ളിയിൽ, ഇങ്ങനെയായിരുന്നു നിങ്ങൾ പാലക്കാട്, ഇങ്ങനെയായിരുന്നോ നിങ്ങൾ തൃക്കാക്കരയിൽ?
ലാലേ, തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ഒക്കെ എന്താ സംഭവിച്ചത്? നമ്മൾ അധികം കാലമായിട്ടില്ലല്ലോ പാലക്കാട് ചർച്ച ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നിലമ്പൂരിൽ നിങ്ങൾ ചർച്ച ചെയ്തു. കാരണം നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവരും പറയുന്ന രാഷ്ട്രീയം നമ്മൾ പറയരുത്, നമ്മൾ അതിൻ്റെ വ്യക്തത കൂടി പറയണം. അതുകൊണ്ടാണ് ആര്യാട് മുഹമ്മദിൻ്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചത്. നിങ്ങൾ പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പാണക്കാട് തങ്ങൾ ഇന്ന് കൃത്യമായി ഒന്ന് പറഞ്ഞു. അതായത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നിലമ്പൂരിലത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെ തന്നെ രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ തിരിച്ച് മറുപടികളും ഇതുപോലെ രാഷ്ട്രീയമായി തന്നെ മാറും. എൻ ശ്രീകുമാർ ആ കാര്യത്തിലേക്ക് കടക്കാതെ രാഷ്ട്രീയമായി അത് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ തൃപ്തരാണോ? ഇത് അവിടുത്തെ ജനങ്ങൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞാൽ അവരത് അതുപോലെ വിഴുങ്ങുമോ? തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ്. UDFൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് പെൻഷൻ കൊടുക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾക്കൊപ്പം നിൽക്കും. നിലമ്പൂരിലെ വിവിധ വീടുകളിൽ എത്തിച്ചേരുന്ന പെൻഷനുകൾ, അതിൽ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് ഉണ്ട്, ലീഗുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെ വീടുകളിൽ പെൻഷനുകൾ എത്തുന്നുണ്ട്. ആ പെൻഷൻ ഒപ്പിട്ട് സ്വീകരിക്കുന്ന അമ്മമാർ, പ്രായം ചെന്ന ആളുകൾ, നല്ല മനുഷ്യർ, അവരുടെയെല്ലാം ഹൃദയത്തിലൊരു വികാരമുണ്ട്. ആ വികാരം എന്നുള്ളത് ഈ നാട്ടിൽ ക്ഷേമ പെൻഷനുകൾ നിലനിൽക്കണമെന്നും തങ്ങളുടെ ജീവിതത്തിൽ കൈത്താങ്ങായി മാറുന്ന ക്ഷേമ പെൻഷനുകൾ തന്നെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റുള്ളവർക്കും ലഭ്യമാവണം എന്നുള്ളതാണ്. അത് മുടക്കാൻ വരുന്ന ഏത് ശക്തിയായാലും അവർക്കെതിരായുള്ള നിലപാട് നിലമ്പൂർ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന മനുഷ്യർ കൈക്കൊള്ളും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. 2, UDF ക്ഷേമ പെൻഷനുകൾ മുടക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പാർട്ടികൾ ചേരുന്നതാണ്. അതിൻ്റെ നേതൃത്വത്തിൻ്റെ മാനസിക സ്ഥിതി നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രമാത്രം UDF മുടക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ LDF സർക്കാർ, കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളൊരു തീരുമാനമുണ്ട്. അത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ നൽകുക തന്നെ ചെയ്യും എന്ന തീരുമാനമാണ്. അതുകൊണ്ട് എത്രമാത്രം UDF പരിശ്രമിച്ചാലും ക്ഷേമ പെൻഷനുകൾ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ നൽകും നൽകും നൽകും. ശരി, ഡോക്ടർ പ്രേംകുമാർ, അവസാനമായി ഈ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷൻ ഇത് കൈക്കൂലിയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചർച്ചകളിൽ പറയാം. പക്ഷേ ആ വാക്കുകൾ നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞ് ഇനി അങ്ങനെ ഒരു നേട്ടമൊന്നും ഇവിടെ ഉണ്ടാകണ്ട എന്ന് KC വേണുഗോപാൽ കരുതുമോ? അതോ വലിയ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വന്ന ഒരു വാക്കല്ലേ മാപ്പ് പറഞ്ഞ് പോകേണ്ടേ? കോൺഗ്രസ് അല്ലെങ്കിൽ തള്ളി പറയണ്ടേ? അതിനൊക്കെ തയ്യാറാവുമോ? അല്ല, ക്ഷേമ പെൻഷൻ കേസിൽ പിണറായി വിജയനെതിരെ LDFനെതിരെ ഇവർ വലിയൊരു ബ്രാൻഡ് അംബാസഡറെ കൊണ്ടുവന്നിരുന്നു. KPCC തന്നെ പിരിവെടുത്ത് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മറിയ ചേടത്തി ഇപ്പൊ BJPയുടെ സ്ഥാനാർത്ഥിയാണ്, BJPയുടെ അംബാസഡറാണ്. ഇതാണ് കോൺഗ്രസിന്റെ ക്ഷേമ പെൻഷന്റെ അകത്തുള്ള നിലപാട്. പിന്നെ ശ്രീകുമാറിനാണ് അഭിവാദ്യം അർപ്പിക്കുകയാണ്. കാരണം സഖാവ് കുഞ്ഞാലി വധക്കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആരോപണ വിധേയനായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ പിന്നീട് LDFന്റെ കൂട്ടത്തിൽ ചേർത്തി അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള നിലമ്പൂരിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് പോലീസിനെ അയക്കുന്നില്ല എന്ന് പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ UDFകാരും കോൺഗ്രസുകാരും ലീഗുകാരും എല്ലാവരും പ്രവർത്തിക്കുമെന്ന് പറയുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ശ്രീകുമാറിന് എൻ്റെ അഭിവാദ്യങ്ങൾ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചർച്ചയാകണമെന്ന് കോൺഗ്രസ്സിലെ ആരൊക്കെയോ ആഗ്രഹിക്കുന്നു, UDFിലെ ആരൊക്കെയോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ പതിവില്ലാത്ത വിധം പല ഉപതെരഞ്ഞെടുപ്പുകളിലും, ഈ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെങ്കിലും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒരുപക്ഷെ കാണാത്തൊരു കാഴ്ച ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഉത്തരം പറയേണ്ടി വരുന്ന, വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴും ഒക്കെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പാളയത്തിൽ കാണുന്നത്. അത് സ്വാഭാവികമല്ലത്രേ. അത് പാണക്കാടും അതൃപ്തരായ ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അത് എങ്ങനെയാണ് അവിടുത്തെ അണികളെയും ബാധിക്കുക എന്നതും ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ, കൊടിനിറ വ്യത്യാസമന്യേ സ്വരാജ് വന്നിറങ്ങിയപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ എത്തിയത്? അതൊരു വെറും പറച്ചിലായിരുന്നില്ല എന്ന് തെളിയുകയാണോ ഇപ്പോൾ? വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ V. ശിവദാസൻ, ഒപ്പം N. ശ്രീകുമാർ, ഡോക്ടർ KP പ്രേംകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.